ഗായ്സ്, അപ്പോൾ നമുക്കിതൊരു മിനി വ്ളോഗ് നോക്കാം. അപ്പോൾ ഇന്ന് 2 ദിവസത്തിൻ്റെ ഒരുമിച്ചുള്ള ഒരു മിനി വ്ളോഗാണ് കേട്ടോ. ഇത് ഇന്നലത്തെ വീഡിയോ ആണ്. ഇന്നലെ 30th മാർച്ചിൻ്റെ ഒരു ഫൈനൽ എക്സാം ആയിരുന്നു കേട്ടോ ഫ്രണ്ട്സ്. അങ്ങനെ ഒരു എക്സാം കൂടിയാണുള്ളത്. അത് ഇന്നാണ് ഗൈസ്. ആൻഡ് അപ്പോൾ അത് നമുക്കറിയാം, നിങ്ങൾക്ക് MDC ആയിരുന്നു. ആൻഡ് അത് ഞാൻ പോയി വന്നിട്ട് ഇതാണ് ഇപ്പോൾ ഞാൻ പോയി വന്നിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. ആൻഡ് ഞാൻ പറയാനും ടിക്കൊക്കെ ഇട്ടു. എൻ്റെ നല്ല എളുപ്പമായിരുന്നു കേട്ടോ. നല്ല എക്സാം ആയിരുന്നു, നല്ല പേപ്പറായിരുന്നു. ഞാൻ പഠിച്ചത് പോയതൊക്കെ വന്നുകൊണ്ട് തന്നെ എല്ലാം പഠിച്ചുകൊണ്ട് തന്നെ എല്ലാം ഹാപ്പി ആയിട്ട് നടന്നു കേട്ടോ ഫ്രണ്ട്സ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ പറയണത്. അപ്പോൾ ഇന്ന് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഞാൻ ഡെയിലി വീഡിയോസ് ഇടാറുണ്ടെന്നും, എന്നാലും ഇനിയും കുറച്ച് ചാലഞ്ചസും കാര്യങ്ങളൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ ഇടാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇടും എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ഭയങ്കര ഹാപ്പി എന്ന് വെച്ചാൽ ഹോളിഡേയ്സായി, ഇനിയുമോ എക്സാം ഒന്നുമില്ല, ഇനി ഫുൾ എൻജോയ്മെൻ്റ് ആണ്. അതാണ് പറയണത്. കുറേ വീഡിയോസും കാര്യങ്ങളും കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ പറയുകയാണ്. എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ ഫ്രണ്ട്സ്. പിന്നെന്താണ് വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ വേറെ പ്രത്യേകിച്ച് പിന്നെ എനിക്ക് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ റെഡി ചെയ്താണ്. പിന്നെന്താണ്, ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടം. മീഷോന്ന് ഞാൻ ഓർഡർ ചെയ്തതാണ്. ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ടോപ്പിൽ കൊടുക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് പിന്നെ അതിന് ശേഷം ഞാൻ ക്യാമറയിൽ നിന്നിട്ട് ജസ്റ്റ് ഒന്ന് ഷോ കാണിച്ചതാണ്. എനിക്ക് ക്യാമറ നിന്നപ്പോൾ ഷോ കാണിക്കാൻ ഭയങ്കര ഇഷ്ടം. പിന്നെ വീഡിയോസ് എടുത്തതിന് ശേഷം എന്താണ് ഇതിൻ്റെ അടുത്ത ദിവസത്താണ് കേട്ടോ ഫ്രണ്ട്സ്. ഇത് 31st മാർച്ചത്താണ് കേട്ടോ, ട്യൂസ്ഡേയിലത്താണ് കേട്ടോ. ഇന്നലെ മൺഡേത്തെയാണ് കാണിച്ചത്. ഇനിയിപ്പോൾ അത് ഇന്ന് ഞങ്ങൾക്ക് ക്ലീൻ ആക്കാണ്ടായിരുന്നു കേട്ടോ, കാരണം വെക്കേഷനൊക്കെ ആയല്ലോ. അപ്പോൾ കുറേ അധികം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്റ്റഡി ടേബിളിൻ്റെ അടിയിൽ കുറേ ഒരു ഷെൽഫ് പോലെ ഉണ്ട്. അതിൽ കുറേ സാധനങ്ങൾ ബുക്കൊക്കെ വെച്ചിട്ട് കുറേ സാധനമായിട്ട് കുറേ കൂടുതലാണ്. അപ്പോൾ അതൊക്കെ മാറ്റി ക്ലീൻ ആക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഫസ്റ്റ് സെമ്മത്തെ സെക്കൻഡ് സെമ്മത്തെ ബുക്ക് ഇനി അത് മാറ്റാമല്ലോ എന്ന് വെച്ചാൽ റാക്കിൻ്റെ മുകളിലെടുത്ത് ഞാൻ റാക്കിൻ്റെ മുകളിൽ എടുത്ത് വയ്ക്കാൻ നല്ലതാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഫ്രണ്ട്സ് നിങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കേണ്ട കേട്ടോ ഫ്രണ്ട്സ്. ഇത് മൊത്തം ക്ലീൻ ആക്കാനുള്ളതാണ് ഗൈസ്. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഭയങ്കര അധികം ക്ലീൻ ആക്കാണ്ടായിരുന്നു ഫ്രണ്ട്സ്. അപ്പോൾ ഞാനും അച്ഛനും കൂടിയാണ് എല്ലാം ചെയ്യുന്നത്. അതിന് ശേഷം മൊത്തം ഇതൊക്കെ ആവശ്യത്തെ ബുക്കൊക്കെ എടുത്ത് വെച്ച് കെട്ടിയൊക്കെ ചെയ്തു. അതിന് ശേഷം കുറേ എല്ലാ റാക്കിൻ്റെ മുകളിൽ എടുത്ത് വെച്ചു. അതിന് ശേഷം അടിച്ചു വരാൻ കേട്ടോ ഫ്രണ്ട്സ്. അത് നല്ലപോലെ പൊടി ഉണ്ടായിരുന്നു. പിന്നെ 2-3 കുറച്ച് സാധനം മാത്രമേ എൻ്റെ ഉള്ളൂ വെച്ചുള്ളൂ, സ്റ്റഡി ടേബിളിലുള്ളൂ. ബാക്കിയെല്ലാം ഇങ്ങനെ കെട്ടിയിട്ട് പിന്നെ എഴുതി കഴിഞ്ഞ ബുക്കും പിന്നെ മറ്റേ ഇളക്ക് ഞാൻ എടുത്തിട്ട് വെച്ച് മുകളിലൊക്കെ എടുത്ത് വെച്ചില്ല. കാണിച്ചു തരുന്നതാണ് കേട്ടോ ഫ്രണ്ട്സ് എല്ലാം കഴിഞ്ഞു എന്നുള്ളത്. ആൻഡ് ഇതിനുള്ളിൽ കണ്ടു ഫ്രണ്ട്സ്. അപ്പോൾ ഫുൾ ക്ലീൻ ആയിട്ടുണ്ട്, നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്നുണ്ട്. ആൻഡ് ബെഡ് ഞാൻ വിരിച്ചിട്ടോ